ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ISL ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ISL ക്ലബ്ബുകളുടെ ട്രാൻസ്ഫർ ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലോസ് ടു സൈനിങ് എന്ന് പറഞ്ഞ എഡ്മണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല, ഈസ്റ്റ് ബംഗാളിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മാർക്കസ് മെർഗലാവോ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇതാ 19 സ്റ്റോപ്പേജ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എഡ്മണ്ട് വരുമെന്നുള്ള ന്യൂസുകൾ ആദ്യം പുറത്തുവിട്ടത്. ഇപ്പോൾ ഇതാ 19 സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഒരു ട്രാൻസ്ഫറിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം 19 സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഘട്ടത്തിൽ സൈനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിലെ വെയിറ്റ് ആൻഡ് സീ പോളിസി ബ്ലാസ്റ്റേഴ്സിന് പണി കിട്ടിയെന്നാണ് ഇപ്പോൾ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സ് സൈനിങ് കംപ്ലീറ്റ് ചെയ്യാൻ നേരം വൈകിയോടുകൂടെ ഈസ്റ്റ് ബംഗാൾ ആ ഒരു ട്രാൻസ്ഫറിലേക്ക് കടന്നു വരികയായിരുന്നു. പിന്നീട് ഈസ്റ്റ് ബംഗാളാണ് അദ്ദേഹത്തിൻ്റെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇന്റർ കാശിയുടെ ഒഫീഷ്യൽ ന്യൂസിലായിരുന്നു എഡ്മണ്ട് ടീം വിട്ടതായിട്ട്. അടുത്ത 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ എഡ്മണ്ടിനെ കുറിച്ചുള്ള ന്യൂസ് പുറത്തു വരുമെന്നായിരുന്നു മാർക്കസ് മെർഗലാവോ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇതാ ഇന്റർ കാശി വിട്ടതായിട്ട് ഇന്റർ കാശിയിലെ ഒഫീഷ്യൽ ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തുവരും പ്രതീക്ഷിക്കാം. പിന്നീട് ബിപിൻ സിംഗുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് നമ്മൾ പറയുന്നത്. ബിപിൻ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ന്യൂസ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒഡീഷ എഫ്സിയുടെ സ്ട്രൈക്കറായ ഡീഗോ മൗറീഷ്യോ ഒഡീഷ വിട്ടതായിട്ട് ഇന്നലെ ഒഫീഷ്യൽ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഒഡീഷയ്ക്ക് വേണ്ടി ഡീഗോ മൗറീഷ്യോ കാഴ്ചവെച്ചത്. 15 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒഡീഷയ്ക്ക് വേണ്ടി ഡീഗോ മൗറീഷ്യോ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 9 ഗോളുകളും 6 അസിസ്റ്റും ഒഡീഷയ്ക്ക് വേണ്ടി സ്വന്തമാക്കിയിരുന്നു ഡീഗോ മൗറീഷ്യോ. അദ്ദേഹം ടീം വിട്ടതായിട്ട് ഒഡീഷ ഒഫീഷ്യലായി ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത്. ഒഡീഷ എഫ് സി ഒഫീഷ്യലായി ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത്.